ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു kopyknight. ഞാൻ അഭിജിത്ത്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ 3 മാസം മുമ്പ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രിൽ സെറ്റ് ആണ്. ഒരു കോഡൽ ഇലക്ട്രിക് ഡ്രിൽ എന്ന് പറയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഡിവാൾട്ട് എന്ന കമ്പനിയുടെയാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഡിവാൾട്ടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഇതിന്റെ പ്രൈസും അതേപോലെ പർച്ചേസിംഗ് ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. 3 മാസം ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ചെറിയ പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക് വർക്ക്സ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രില്ലാണ് നമ്മുടെ ഡിവാൾട്ടിന്റെ 13mm ചക്ക് സൈസ് വരുന്ന പെർക്യൂഷൻ ഡ്രില്ല്. ഇതിന് പെർക്യൂഷൻ ഡ്രിൽ എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിൽ ചെറിയ രീതിയിൽ ഹാമറിംഗ് എഫക്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 മോഡാണുള്ളത്. സാധാരണ സ്ക്രൂയിങ് പർപ്പസിന് വേണ്ടി നോർമൽ ഡ്രില്ലിംഗ് മോഡും, അതേപോലെ തന്നെ അടുത്ത മോഡ് വരുന്നത് ഹാമറിംഗ് മോഡാണ്. ഹാമറിംഗ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുമരൊക്കെ തുളയ്ക്കാൻ ഈസി ആയിരിക്കും. പക്ഷെ കോൺക്രീറ്റ് തുളയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ആൻഡ് അൺബോക്സിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നത്തെയും പോലെ നമുക്ക് ആദ്യം അൺബോക്സിംഗിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്ന പാക്കേജ്. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വരുമ്പോൾ ഓൾറെഡി മാനുഫാക്ചറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പാക്കിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മെഷീൻ ടൂൾസ് ആണ്. അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമേ അവർ പാക്കേജിങ് കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അപ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഡിവാൾട്ടിൻ്റെ ബ്രാൻഡിങ് കളറോട് കൂടിയ, അതായത് അവരുടെ യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്ന കളർ കോമ്പിനേഷനോട് കൂടിയ ഒരു ബോക്സ് ആണ്. ഡിവാൾട്ടിൻ്റെ വലിയ ബ്രാൻഡിങ് നെയിമൊക്കെ അവിടെ കാണാം. അതുപോലെ നമ്മുടെ ഡ്രില്ലിൻ്റെ ഒരു പിക്ചറും, പിന്നെ ഡ്രില്ലിൻ്റെ പവർ, അതുപോലെ ഓപ്പറേഷൻസ്, ഏതൊക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ്, റിവേഴ്സ് ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ബോക്സിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ബോക്സിൻ്റെ സൈഡിലേക്ക് വന്നാൽ ഈ ഡ്രില്ലിൻ്റെ സ്പെസിഫിക്കേഷൻസ്, മോഡൽ നമ്പർ, മാനുഫാക്ചറേഴ്സിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, അതുപോലെ കസ്റ്റമർ കെയർ സപ്പോർട്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു സീൽഡ് ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ എന്ന് എഴുതിയ ഒരു സീല് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സീല് പൊട്ടിച്ചുകൊണ്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ഓക്സിലറി ഹാൻഡിലാണ്. ഇത് അഡ്ജസ്റ്റബിൾ ഓക്സിലറി ഹാൻഡിൽ എന്ന് പറയേണ്ടി വരും. ഇതേത് ഡയറക്ഷനിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുടെ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള കോട്ടിങ് കൊടുത്തിട്ട് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഹാൻഡിലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓക്സിലറി ഹാൻഡിലിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ലൂസൺ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും ഉള്ള ഓപ്പറേഷൻ നടത്തുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് ഒരു മാർക്കിംഗ് സ്കെയിൽ, അല്ലെങ്കിൽ ഇതിനെ ഡെപ്ത് സ്കെയിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ഡെപ്ത് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ഹോൾസിൻ്റെ ഡെപ്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു മെഷീൻ ടൂൾസും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ വന്നിരിക്കുന്ന മാനുവൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം മെഷീൻ ടൂൾസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സ് ആണ് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും ഒരു അലംഭാവം കാണിക്കുകയാണെങ്കിൽ സേഫ്റ്റി പരമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനുവൽ പ്രോപ്പറായിട്ട് റീഡ് ചെയ്തതിന് ശേഷം അത് ഏത് കണ്ടീഷനിലാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മാനുവലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മാനുവലിൻ്റെ കൂടെ വാറണ്ടി ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവസാനം ബോക്സിൽ വരുന്നത് നമ്മുടെ കോഡഡ് ഇലക്ട്രിക് പവർ ഡ്രില്ലാണ്. നമ്മുടെ ഡ്രിൽ എന്ന് പറയുന്നത് സെൽഫ് ലോക്കിംഗ് ചക്കോട് കൂടിയിട്ടുള്ള ഡ്രില്ലല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ചക്കി കാണാൻ പറ്റും. അപ്പോൾ ഈ ഡ്രില്ലിൻ്റെ കോഡ് ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 1.5 മീറ്റർ ആണ്. ഇതിൻ്റെ പ്ലഗ് ടൈപ്പ് വരുന്നത് 2 പിൻ പ്ലഗ് ആണ്. അപ്പോൾ ഡ്രില്ലിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രിപ്പിംഗ് ആയാലും, അതുപോലെ ബോഡിയിൽ വരുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ, ബോഡിയിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ റിജിഡിറ്റി ആയാലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫിൻസ്, അതായത് ഒരുപാട് വെൻറ്റ് ഗ്രൂവ്സ് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള കൂളിംഗ് എഫക്റ്റും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഇനി നമുക്ക് ആദ്യം ഡ്രില്ലിലേക്ക് ഓക്സിലറി ഹാൻഡിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഓക്സിലറി ഹാൻഡിലിൻ്റെ സ്ക്രൂ ലൂസൺ ചെയ്യുക. അപ്പോൾ ആ ഹോള് വലുതാവും. അതിനുശേഷം ഈ ചക്കിൻ്റെ ഹെഡിലൂടെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഏത് ഡിസൈഡ് പൊസിഷനിൽ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ഓക്സിലറി ഹാൻഡിൽ ടൈറ്റൻ ചെയ്യാവുന്നതാണ്. ഒരിക്കലും ചക്കിൽ ഓക്സിലറി ഹാൻഡിൽ പിടിപ്പിക്കരുത്. അതിനോട് അനുബന്ധിച്ച് ബോഡിയിലേക്ക് വരുന്ന ഒരു പാർട്ടിലായിരിക്കണം നമ്മുടെ ഓക്സിലറി ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അത് എത്ര പവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. 750 വാട്ട്സ് ആണ് ഇതിൻ്റെ മാക്സിമം പവർ റേറ്റിംഗ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് വരുന്നത് 2800 RPM ആണ്. ഇതിൻ്റെ മാക്സിമം ചക്ക് സൈസ് വരുന്നത് 30 mm ആണ്. അതായത് 30 mm വരെയുള്ള ഡ്രിൽ ബിറ്റ്സ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത നമുക്ക് ഈ ഡ്രില്ലിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഈ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഹാമറിംഗ് മോഡും സാധാരണ സ്ക്രൂയിങ് മോഡും നമുക്കിവിടെ കാണാൻ പറ്റും. ഹാമറിംഗ് മോഡിന് ഒരു ചുറ്റികയുടെ സിമ്പലുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആ സ്വിച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 മോഡ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ഓക്സിലറി ഹാൻഡിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് മാർക്കിംഗ് സ്കെയിലാണ്. മാർക്കിംഗ് സ്കെയിൽ പലപ്പോഴും പലരും യൂസ് ചെയ്യാറില്ല. എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന്. ഈ ഓക്സിലറി ഹാൻഡിൽ നമുക്കൊരു ഹോള് കാണാൻ പറ്റും. ഒരു ചെറിയ ഹോള് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് കാണാം. ഈ ടോപ്പ് ഭാഗത്തുള്ള ഹോളിൽ ഒരു ചെറിയ ഗ്രൂവ് കാണാൻ പറ്റും. ഈ ഗ്രൂവിലേക്കാണ് നമ്മുടെ മാർക്കിംഗ് സ്കെയിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ഓക്സിലറി ഹാൻഡിലിൻ്റെ സ്ക്രൂ ലൂസൺ ചെയ്യുക. അപ്പോൾ ആ ഹോൾ വലുതായി വരും. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്കിംഗ് സ്കെയിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഡ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെയുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ 2 ഷിഫ്റ്റ് മോഡ്സ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ഈ സ്വിച്ച്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കിംഗ് സ്വിച്ച്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പീഡിലേക്ക് എത്തിയതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ, ഈ സ്വിച്ച് റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ക്ലോക്ക് ഇവിടെ ചുമരിൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ ഹോൾ അടിച്ചിട്ട് വാൾ പ്ലഗും സ്ക്രൂവും വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാൾ പ്ലഗ് നോക്കാം. വാൾ പ്ലഗ് എടുത്തത് 1 ഇഞ്ചിൻ്റെയും അതേപോലെ സ്ക്രൂ എടുത്തത് 1.5 ഇഞ്ചിൻ്റെയാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ സ്ക്രൂ പുറത്തേക്ക് നിന്നാൽ നമുക്ക് അവിടെ അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ ക്ലോക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വാൾ പ്ലഗിൻ്റെ സൈസ് അനുസരിച്ച് നമ്മുടെ മാർക്കിംഗ് സ്കെയില് അല്ലെങ്കിൽ ഡെപ്ത് സ്കെയില് സെറ്റ് ചെയ്യണം. അത് ഏകദേശം വാൾ പ്ലഗിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്യേണ്ടത്. കുറച്ച് ഇറങ്ങിയിരുന്നാൽ കുഴപ്പമില്ല, കാരണം വാൾ പ്ലഗ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡ്രില്ലിംഗ് ആണ്. അപ്പോൾ ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ സിമെൻറ്റിലാണ് ഡ്രിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാമറിംഗ് മോഡാണ് യൂസ് ചെയ്യുന്നത്. ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുന്നത് 6 mm ആണ്. കാരണം 6 mm പ്ലഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ എളുപ്പത്തിൽ ഡ്രില്ലിങ് നടക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത്രയും വരെ എത്തിയപ്പോൾ ഈ മാർക്കിംഗ് സ്കെയിൽ ചുമരും ഇടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും വരെ നമുക്ക് ഡ്രിൽ ചെയ്താൽ മതി. ഇനി ഞാൻ വാൾ പ്ലഗ് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. വാൾ പ്ലഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ആദ്യം തന്നെ ഇതിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് കയറ്റാം. അതിന് ശേഷം ആ ഹോളിൽ അറ്റാച്ച് ചെയ്തിട്ട് ചുറ്റി വെച്ച് 2 അടി അടിച്ചാൽ സംഭവം കയറി പോകുള്ളൂ. ഇനി നമുക്ക് ഈ സ്ക്രൂ ഊരിയെടുക്കാം. വാൾ പ്ലഗ് നമ്മുടെ ചുമരിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇനി സ്ക്രൂ ഇട്ടിട്ട് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിലേക്ക് നമ്മളത് സ്ക്രൂ ചെയ്ത് കയറ്റുക.
ഇനി സ്ക്രൂവിങ് ഓപ്പറേഷൻ നമുക്ക് വേണമെങ്കിൽ ഡ്രിൽ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് നമുക്ക് ഈ ഡ്രിൽ ബിറ്റ് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾ സ്ക്രൂ ഹെഡാണ് ഇടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സ്ക്രൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ആ മോഡ് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഹാമറിങ് മോഡിൽ നിന്ന് നമ്മൾ സ്ക്രൂയിങ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ ആ ത്രെഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്പീഡ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ക്രൂ ചെയ്യേണ്ടത്. അൺസ്ക്രൂ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡയറക്ഷൻ മാറ്റി നമുക്ക് അൺസ്ക്രൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ക്ലോക്ക് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലോക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇതാണ് ഡിവാൾട്ടിൻ്റെ 13mm പെർക്യൂഷൻ ഡ്രില്ലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വരുന്നത്. ഒരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. എനിവേ, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ 3 മാസം ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ചെറിയ പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സ്ക്രൂയിങ് പർപ്പസിനായാലും എന്തിനായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്നതും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒരു അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അതിൻ്റെ ലുക്കിൽ നിന്നും അതിൻ്റെ ഹാൻഡ്ലിങ് ഈസിനെസ്സിനും കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അധികം ചൂടാവണമെന്നില്ല. പക്ഷേ ജസ്റ്റ് ഇവിടെ ഒരു കവറിങ് കൊടുത്താൽ, അതായത് നമ്മുടെ കൈയെങ്ങാനും ഇവിടെ കവർ ചെയ്താൽ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ വെൻ ഹോൾസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്യാതെ പിടിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ചക്കൊക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ലൂസൻ ചെയ്യണമൊന്നുമില്ല. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാമറിങ് മോഡ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഹാമറിങ് മോഡ് അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ചുമരിലൊക്കെ തുളയ്ക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബീമിലൊക്കെ വരുമ്പോൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു കോൺക്രീറ്റ് മെറ്റീരിയലുമ്പോൾ തുളയ്ക്കുകയാണെങ്കിൽ ഈ ഡ്രിൽ ബിറ്റ് ഉള്ളിലേക്ക് കയറി പോവും, ചക്ക് ലൂസായി പോവും. മാത്രമല്ല ഇവിടെ ജസ്റ്റ് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. അതുപോലെ സ്പാർക്കൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഒരുപാട് ലോഡ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ 13mm SDS പ്ലസ് ചക്കൊന്നുമല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഹാമറിങ് എഫക്റ്റ് മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള കസ്റ്റമർ കെയർ സർവീസും കാര്യങ്ങളൊക്കെ, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇത് അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാമറിങ് മാത്രമേ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള കോൺക്രീറ്റിൽ തുളയ്ക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി ബ്രിക്ക് ആയാലും സിമെൻ്റ് ആയാലും വലിയ കുഴപ്പമില്ലാതെ ഇത് കയറുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ സെൽഫ് ലോക്കിംഗ് സ്വിച്ചിൻ്റെ കാര്യമാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ സെൽഫ് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാം ഫങ്ഷൻസ് നോക്കുകയാണെങ്കിലും ഈ റിവേഴ്സ് ഫങ്ഷനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഹാൻഡിലിൻ്റെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഷിഫ്റ്റിംഗ് ആയാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓക്സിലറി ഹാൻഡിലൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ഗ്രിപ്പിങ്ങും നൽകുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ചക്കി വേഗം തുരുമ്പ് പിടിക്കുന്നുണ്ട്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ ക്വാളിറ്റി ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഡിവാൾട്ടിൻ്റെ ഈ പെർക്യൂഷൻ ഡ്രില്ലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാനോട് പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ